വലിയ പറമ്പിലെ 10ാം വാർഡിൽ നിന്ന് ലീഗ് നേതാവ് ഉസ്മാൻ പാണ്ഡ്യാല തോൽക്കാൻ കാരണക്കാരായത് ഒരുപറ്റം ലീഗ് പ്രവർത്തകരാണെന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇവർ നടത്തിയ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായങ്ങളാണ് വിമത സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതെന്നും ലീഗ് നേതൃത്വം. ഇത്തരം സഹായങ്ങൾ നൽകിയവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതായും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ലീഗിന് 4 സീറ്റാണ് ഉണ്ടായത്. ഈ പ്രാവശ്യം 1 ചുരുങ്ങി, 1 3 ചുരുങ്ങി. അപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ 10ാം വാർഡിൽ ജയിച്ചു കയറുന്ന 10ാം വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ ചില പ്രവർത്തകർ, തെറ്റിദ്ധരിക്കപ്പെട്ട ചില പ്രവർത്തകർ LDFോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ പ്രവർത്തകർ അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വിജയം നേടാൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഏതൊരു പാർട്ടി ആയാലും അച്ചടക്ക നടപടി വേണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗ് അതേപോലെ തന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് അത് മനസ്സിലാക്കുകയും 10ാം വാർഡിൽ നിന്ന് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എതിർക്കാൻ വേണ്ടി പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് അവരുടെ ലിസ്റ്റ് തരികയും ചെയ്തു. ആ ലിസ്റ്റ് പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. അവർ നടുറോഡിൽ നിന്ന് പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയെ, ഔദ്യോഗികമായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവരിൽ ലിസ്റ്റായിരുന്നു 10ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നിരുന്നത്, പഞ്ചായത്ത് കമ്മിറ്റിക്ക്. അതോടൊപ്പം 2 പേരുടെയും കൂടി തന്നിരുന്നു അഡീഷണലായിട്ട്. അതായത് MT അബ്ദുൽ ജബ്ബാർ, MT ഷഫീഖ്. ഈ 2 പേരുടെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിരുന്നു. മണ്ഡലം കമ്മിറ്റിയോട്, മേൽഘടകത്തോട് അത് എടുക്കാൻ പാടില്ല, അവർക്കെതിരെ നടപടി ഉണ്ടാവുന്നത് മാറ്റിവെക്കണം, വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ അവരുടെ പേരും നടപടിയെടുത്ത കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ മുകളിലാണ് 8ഓളം പേരെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്തതെന്നും നേതാക്കൾ പറഞ്ഞു.